അപ്പോൾ റോഷി അഗസ്റ്റിൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. അതിലേക്ക് കേരള കോൺഗ്രസ് അഭ്യൂഹങ്ങൾ കിടനിൽക്കുന്ന രീതിയിലുള്ള വാർത്തകൾ മറ്റു പല സ്ഥലത്ത് നിന്ന് ഉദയം ചെയ്യാറുണ്ട്. അതിനൊക്കെ കേരള കോൺഗ്രസ് മറുപടി പറയുന്നത് വലിയ പാടാണ്. ഇതിൻ്റെ യഥാർത്ഥ നിലപാട് ഇന്നത്തെ വാർത്തയിൽ പോലും ഇന്ന് രാവിലെ ജോസ് കെ മാണിയുടെ ഫേസ്ബുക്ക് കുറിപ്പിൽ കണ്ടു കാണുമല്ലോ. ഇന്നലെ വരാൻ കഴിയാത്ത സാഹചര്യം MLA-മാർ പങ്കെടുക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ പങ്കെടുത്തു. അദ്ദേഹം വരാൻ പറ്റാത്ത സാഹചര്യങ്ങളും വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെന്താ അഭ്യൂഹം? പക്ഷേ ഈ റിപ്പോർട്ട് വരുമ്പോൾ താങ്കളും പ്രമോദ് നാരായണൻ മാത്രമേ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നുള്ളൂ തുടരുമെന്ന് പറഞ്ഞുകൊണ്ട് ആര് പറഞ്ഞു? കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് തന്നെ ചെയർമാൻ തന്നെ നയം വ്യക്തമാക്കി. ഇന്ന് അദ്ദേഹം പങ്കെടുക്കാത്തതിൻ്റെ കാര്യം ഇന്നത്തെ ഫേസ്ബുക്ക് കുറിപ്പിലുണ്ട്. അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അത് തെറ്റിദ്ധാരണജനകമായ വാർത്തകൾ സൃഷ്ടിക്കപ്പെടലാണ്. MLA-മാർ ഇത് പങ്കെടുത്തിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ ഓഫീസ് അറിയിച്ചാൽ നിങ്ങളെല്ലാം വായിച്ചു കാണുമല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടി ചെയർമാനല്ലേ പറഞ്ഞിരിക്കുന്നത്. അല്ല, അത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ചർച്ച നടന്നിട്ടുണ്ടോ ഇതുവരെ? എനിക്കറിഞ്ഞുകൂടാ ആരോട് ചർച്ച നടത്തുക. അത് ചർച്ച എന്ത് ചർച്ച? ഇതൊക്കെ പറയേണ്ട കേന്ദ്ര ബിന്ദു പാർട്ടി ചെയർമാനാണ്. ലിസ്റ്റ് നമ്പർ 1. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന വാർത്തയാണ് നിങ്ങൾ വായിച്ചത്. അത് വായിക്കുന്ന ഒരാൾക്ക് ഇത്തരം കാര്യങ്ങളുടെ അഭ്യൂഹം ഉണ്ടെന്ന് പറയുന്നത് എങ്ങനെ പറ്റും? പുറത്തു വരുന്ന കേരള കോൺഗ്രസുകളെ കുറിച്ച് എക്കാലത്ത് ഇങ്ങനെ പുറത്ത് പല വാർത്തകളും വന്നിട്ടുണ്ട്. അല്ല, അതങ്ങനെ വന്നിട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്.